അൺനാച്ചുറൽ ഡെത്ത് ആയിരുന്നു. കാരണം ആ സമയത്ത് ഈ തരത്തിലുള്ള മിസ്റ്റീരിയസ് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നോർമലി ഒരു ഫിഷിംഗ് ചെയ്യുന്ന സമയത്ത് പറ്റിയിരിക്കുന്ന ഒരു അപകടം ആദ്യ ഷോക്ക് പോലെ മനസ്സിലായി. ഫിംഗർ പ്രിൻ്റുകാരാണ് ഫസ്റ്റ് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ തരുന്നത്. കൈ നോക്കിയ സമയത്ത് ഒരു ഷോക്കിൽ പിന്നെ ശരിക്കും മാൻ ഓഫ് ദി മാച്ച് ഡോക്ടർ, ഫോറൻസിക് ഡോക്ടർ, അദ്ദേഹം നോക്കിയതിന് ശേഷമാണത് ഒരു അതിന് ആ ഇതില്ലേ മറ്റേ ഉപയോഗിച്ച കമ്പി, ആ കമ്പി ഡ്രാഗ് ചെയ്തായിട്ട് മനസ്സിലായത്, ശക്തിയായിട്ട് വലിച്ചതായിട്ട് മനസ്സിലായതും ആ ഡോക്ടർ പറഞ്ഞു. അതാണ് പിന്നെ ഇതിലൊരു സെക്കൻഡ് പേഴ്സണിലേക്ക് പോയത്. അല്ലെങ്കിൽ നോർമലി രണ്ടുപേരും ഒന്നിച്ചൊരു ഫിഷിംഗ് നടത്തിയ സമയത്ത് അതിലൊരാൾ വലിച്ചു പോയേക്കാവാം, അന്ന് ആദ്യം സംശയിച്ചത് അങ്ങനെയായിരുന്നു. പിന്നീടാണ് ഈ അന്വേഷിച്ചപ്പോഴാണ് ലോക്കൽ ഇൻവെസ്റ്റിഗേഷനിലാണ് ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററിയും ഈ ഒരു എലിമിനേഷനും അതിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് മറ്റേ ഇവരുടെ ആൻറ്റിസിഡൻസ് ഇവിടെ ജീവിച്ചിരുന്ന രീതി, അതൊന്നാണ് പിന്നെ നമ്മൾ ഈ കേസിലേക്ക് ഡയറക്ഷൻ. ഇയാളുടെ പ്രധാനപ്പെട്ട കാരണം കൊലയിലേക്ക് നയിച്ചതിന്റെ പ്രധാനപ്പെട്ട ഒരു പക അയാൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്, പ്രതി അയാളെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് റിലേഷൻ അറിയാമല്ലോ, നമ്മൾ ഓൾറെഡി സംശയിച്ച മനസ്സിലാക്കിയിരിക്കുന്ന ആ റിലേഷനിൽ അന്ന് വൈകുന്നേരം തന്നെയാണോ ജസ്റ്റ് ബിഫോർ ഡേ അവർ തമ്മിലൊരു ആൾട്ടറേഷൻ ആയിരുന്നു. ഇല്ല, അങ്ങനെ മനസ്സിലായിട്ടില്ല. ഒരു ട്രൂലി സയന്റിഫിക് എക്സാമിനേഷൻ, സയന്റിഫിക് ആയിട്ടുള്ള ഒരു കൺസീലിംഗ്, ഈ മർഡർ കൺസീൽ ചെയ്യുന്നത് ഒഫൻസാണ്. അറിയായിരുന്നു, അവർക്കറിയായിരുന്നു, അച്ഛനും അറിയായിരുന്നു. അത് കൺസീൽ ചെയ്തതിനുള്ള ഒഫൻസ്. കൊല നടന്ന ശേഷമാണോ പിതാവും അമ്മയും കാര്യം അറിയുന്നത്? കൂടുതൽ വെരിഫൈ ചെയ്യാണ്ട് അമ്മയുടെ അങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത്. അച്ഛൻ്റെ റോളൊന്നും കൂടി കൂടുതൽ അന്വേഷിക്കാറ്, ഒന്നുകൂടെ കാര്യം കൂടി വെരിഫൈ ചെയ്യാണ്ട്. മൂന്നുപേരല്ലാതെ വേറെ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിവോ സഹായമോ ഇതുവരെ മനസ്സിലായിട്ടില്ല.